അതുകൊണ്ട് ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഉലഹിയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ഉലഹിയത്ത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഏറ്റവും മർമ്മപ്രധാനമായ ഫർളായ നിയത്ത് ചെയ്യാറില്ല. ഏതൊരു ഇബാദത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത് നിയ്യത്താണ്. നിയ്യത്തില്ല എങ്കിൽ നാം ചെയ്യുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ, അത് ഹജ്ജാകട്ടെ ഉംറയാകട്ടെ ഏത് കർമ്മമാകട്ടെ, ആ നിയ്യത്ത് വന്നിട്ടില്ല എങ്കിൽ, നിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ ഉലഹിയത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കർമ്മങ്ങളും നഷ്ടമാണ്. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ ഉലഹിയത്ത് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉലഹിയത്തിന്റെ സുന്നത്തായ കർമ്മത്തെ ഞാൻ വീടുന്നു എന്നവൻ നിയ്യത്ത് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സുന്നത്തായ ഉലഹിയത്തിനെ ഞാൻ കരുതി എന്നവൻ നിയ്യത്ത് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഏത് രീതിയിൽ ചെയ്യാം. സുന്നത്തായ എന്റെ ഉലഹിയത്ത് ഞാൻ അറുക്കുന്നു, അല്ലെങ്കിൽ എന്റെ സുന്നത്തായ ഉലഹിയത്തിന് ഞാൻ കരുതുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഉലഹിയത്തിന് നിയ്യത്ത് ചെയ്യാം. എപ്പോഴാ നമുക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉലഹിയത്തിന് എപ്പോഴാ നിയ്യത്ത് ചെയ്യേണ്ടത്? പല സന്ദർഭങ്ങളിൽ നമുക്ക് ഉലഹിയത്തിന് നിയ്യത്ത് ചെയ്യാം. നമുക്കൊന്നുകിൽ ആ മൃഗം വാങ്ങാൻ വേണ്ടി പോകുന്നു, ഒരു മൃഗത്തെ നിർണയിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വീട്ടിലൊരു മൃഗം നിൽക്കുന്നു, 2 വയസ്സ് പ്രായമായി, പോയി കണ്ടു, അൽഹംദുലില്ലാഹ്. അപ്പൊ ആ മൃഗത്തെ നിർണയിച്ച് അത് ഉറപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ അറവ് നടത്തുന്ന സമയത്ത് നമുക്ക് നിയ്യത്ത് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് അറവ് നടത്താൻ കഴിയില്ല, മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്, ആ ഏൽപ്പിക്കുന്ന ആ സമയത്ത് നമുക്ക് നിയ്യത്ത് ചെയ്യാം. അതുപോലെ തന്നെ ആ ഏൽപ്പിക്കുന്ന ആള് അറക്കുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നിയ്യത്ത് ചെയ്യാം. എന്തായാലും നിയ്യത്ത് ഫർളാണ്, അത് മറന്നു പോകരുത് ആരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ഏറ്റവും സവിശേഷമായ നമ്മുടെ ഈ കർമ്മത്തിന്റെ അറവ്, പൊതുവായ നമ്മുടെ അറവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചിരിക്കേണ്ടതുണ്ട്. അറവ് എന്ന് പറയുന്നതിൽ ഒരുപാട് അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ടതുണ്ട്. ആ കർമ്മത്തിലേക്ക് നമുക്കൊരു ശോഷണവും നമുക്കുണ്ടാകാൻ പാടില്ല. ശുദ്ധമായ ഹദീസുകൾ പഠിപ്പിക്കുന്നത് പോലെ ഒരിക്കൽ നമുക്കറിയാം, ഇന്ന് സാധാരണ കാണുന്ന അറിവുകളൊക്കെ ക്രൂരമായ രീതിയിൽ. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഏറ്റവും സൗന്ദര്യ രൂപത്തിൽ, ഏറ്റവും അതിന്റെ ലളിതമായ രൂപത്തിൽ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കാരുണ്യത്തിന്റെ ഏറ്റവും സവിശേഷമായ മാർഗങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ കാണാൻ കഴിയും, ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ആടിനെ അറുക്കാൻ വേണ്ടി അതിനെ കിടത്തിയതിനു ശേഷം ആ ആടിന്റെ മുഖത്തേക്ക് കാലിങ്ങനെ മുട്ടുകയറ്റി വെച്ച് അമർത്തിയതിനു ശേഷം അപ്പുറത്തേക്കും തിരിഞ്ഞിരുന്നിട്ട് തന്റെ കത്തി തേക്കുന്നുണ്ട്. റസൂലിന്റെ കാലഘട്ടത്തിലുള്ള സംഭവമാണ്. ഇന്ന് പൊതുവെ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്. ഉലഹിയത്തിന്റെ അറവല്ല എങ്കിലും ഏത് അറവായിക്കൊള്ളട്ടെ, അറവിന്റെ കാര്യത്തിൽ പ്രത്യേകമായ കാരുണ്യം നാം കാട്ടണം. ഇസ്ലാം അങ്ങനെയാ പഠിപ്പിച്ചത്. ഒരു ആടിനെ പിടിച്ച് കിടത്തിയിട്ട് റസൂല് നോക്കി നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ആടിനെ പിടിച്ച് കിടത്തിയിട്ട് ആടിന്റെ മുഖത്തേക്ക് തന്റെ മുട്ടമർത്തി വെച്ചിട്ട് തിരിഞ്ഞിരുന്നിട്ട് തന്റെ കത്തി തേക്കുന്ന രംഗം അള്ളാഹുവിന്റെ ഹബീബ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്. ആ അറവ് നടത്താൻ വേണ്ടി കിടത്തിയിരിക്കുന്ന ആട് അയാളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗം കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അഫലാ ഖബ്ല ഹാദാ, എന്തേ മനുഷ്യ, നിനക്കിത് മുന്നേ ആയിരുന്നു കൂടെ? ആടിനെ കിടത്തിയതിനു ശേഷമാണോ നീ കത്തി മൂർച്ച കൂട്ടാൻ വേണ്ടി നീ പോകുന്നത്? നീ അതിനെ പല പ്രാവശ്യം നീ അതിനെ കൊല്ലുകയാണോ, മരണപ്പെടുത്തുക, നീ പിന്നെ മരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പല പ്രാവശ്യം അതിനെ നീ മരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അത് ക്രൂരമായ ഒരു നടപടിയല്ലേ? ആ മൃഗത്തിനെ ചരിച്ച് കിടത്തുന്നതിന് മുന്നേ നിന്റെ കത്തിക്ക് നീ മൂർച്ച കൂട്ടാമായിരുന്നില്ലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്.